ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു വലിയൊരു വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഞാനിന്ന് ക്രൂന്ന് ബർമിംഗ്ഹാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ഇടാം. അപ്പോൾ ഞാനൊരു 4-5 ഡേയ്സായി ക്രൂവിൽ ഷൈനീച്ചിൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബർമിംഗ്ഹാമിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1 hour ബർമിംഗ്ഹാമിലേക്ക് പോകാനുണ്ട്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. 3:15 ആയിരുന്നു എൻ്റെ ട്രെയിന്. അങ്ങനെ ഒരു 3 മണിയെല്ലാം ആകുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മൾ സ്കാനെല്ലാം ചെയ്തു. പ്ലാറ്റ്ഫോം നോക്കി. 6 to 11 ആയിരുന്നു. 6 ആയിരുന്നു പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ എത്തി. അങ്ങനെ ട്രെയിനിന് വെയിറ്റ് ചെയ്തു. ഒരു 15 minutes വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ ഇപ്പോൾ അറൈവ് ചെയ്യുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു. നമ്മൾ ട്രെയിൻ വന്നു, കയറിയിരുന്നു. പിന്നെ ട്രെയിനിൽ കയറാന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ കയറിയിട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ആ 1 hour പോകുന്നത് അറിയേയില്ല. നമ്മളെ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് എത്തി. നല്ല അടിപൊളി വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് കേട്ടോ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഔട്ടർ വ്യൂ. അത് മൊത്തം ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ വാങ്ങിക്കാറ് ബുൾറിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഈ കാണുന്ന മാളുണ്ടല്ലോ, ഇതിൻ്റെ പുറത്താണ് ഈ മാർക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്ക് ആ മാർക്കറ്റിലേക്ക് പോവാൻ. വേറെ റൂട്ടുണ്ട്, പക്ഷെ നമ്മളിതാണ് ചൂസ് ചെയ്യാറ്. ഓക്കെ, അങ്ങനെ ഇവിടെ നല്ല ചീപ്പും നല്ല ക്വാണ്ടിറ്റിയിലും നമുക്ക് വെജിറ്റബിൾസ് കിട്ടും. അപ്പോൾ ഒരു 1 poundനെല്ലാം നമുക്കൊരു 8 ഒനിയൻ എല്ലാം കിട്ടും. അപ്പോൾ നമുക്കതൊരു 2 week നമുക്കത് ധാരാളമാണ്. അപ്പോൾ ഇതൊരു 5-5:30 ആകുമ്പോൾ ഈ ഷോപ്പിലേക്ക് മാർക്കറ്റ് അടക്കും. അപ്പോൾ ലേറ്റ് ആകും തോറും നമുക്ക് ഒരു 2 bowlന് 150 pound എന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. അപ്പോൾ നല്ല വേർത്താണ് ഈ ഒരു മാർക്കറ്റ്. അങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് ഞാൻ തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. ഒരു 30 minutes വാക്ക് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് ബാഗ്. നടന്നിട്ട് എത്തുമോ എന്നറിയില്ല, ബട്ട് എനിക്ക് നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നടക്കാം. തീരെ നടക്കാൻ പറ്റുന്നില്ല, അത്രക്കും സാധനമായിപ്പോയി ഗൈസ് ബാഗിൽ. ഭയങ്കര വെയിറ്റാണ്. ബട്ട് യെസ്, എങ്ങനെ വീട്ടിലേക്ക് എത്തണം. ഇനി 8 more minutes ഉള്ളൂ വീട്ടിലേക്ക് നടന്നിട്ടെത്താൻ. സോ നല്ലില്ല കാണാൻ. സോ ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഗൈസ് ഫൈനലി വീട്ടിലേക്ക് എത്തി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി വീട്ടിലേക്ക് എത്തി. സോ ഓക്കെ, ഞാനൊന്ന് വേഗം ഫ്രഷായി വരാം. ഹായ് ഫ്രണ്ട്സ്, വീട്ടിലേക്ക് എത്തി. ഉടുപ്പെല്ലാം മാറ്റി. സോ നമ്മൾ വാങ്ങിച്ച സാധനം അല്ലെങ്കിൽ സെറ്റാക്കി വെക്കണം. പിന്നെ ഞാൻ വന്നപ്പാട് മെയിനായിട്ട് വേണ്ട വെള്ളം, അത് ഞാൻ ചൂടാക്കാൻ വെച്ചു. സോ ഇനി അതെല്ലാം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കണം. എണീച്ച് വരുമ്പോൾ എനിക്ക് ഇഡ്ഡലി തന്നുവിട്ടിന്. അപ്പോൾ ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കിയാൽ മതി. ഇന്നത്തേക്കും നാളത്തേക്കും കൂടി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ആ ഇഡ്ഡലിയും കറി ഉണ്ടാക്കും. പിന്നെ വിശന്നാൽ വേറെ എന്തെങ്കിലും കഴിക്കും. സോ അങ്ങനെ ഞാൻ കോഫിയെല്ലാം കുടിച്ചു. സോ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഞാൻ വ്ളോഗ്സ് ഇടും, അപ്പോൾ എല്ലാവരും നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻഡിങ് വിത്ത് ദിസ് വ്ളോഗ്. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.